So take page number 353. We are going to learn the 12th deduction. Deduction in respect of rent paid, section 80 GG. Okay. An employee who is not in receipt of house rent allowance from his employer or a self-employed person can claim deduction in respect of rent paid by him towards accommodation occupied by him. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആർക്കാണ് റെൻറ്റ് പെയ്ഡിന് ഡിഡക്ഷൻ കിട്ടുന്നത്, ഏത് അസസിക്കാ കിട്ടുക അല്ലെങ്കിൽ ഏത് എംപ്ലോയിക്കാണ് കിട്ടുക? ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടാത്ത ഒരാൾ. ഓക്കെ, HR കിട്ടുന്നില്ല ഒരു എംപ്ലോയിക്ക്, അല്ലെങ്കിൽ ഒരാൾ സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വന്തം ജോലിയാണ്, അപ്പോൾ അയാൾക്ക് HR കൊടുക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു എംപ്ലോയി റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, റെൻറ്റ് കൊടുത്തിട്ടാണ് അയാൾ താമസിക്കണമെങ്കിൽ ആ കൊടുക്കുന്ന റെൻറ്റിൻ്റെ ഇത്ര ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പറയും. ആ കണ്ടീഷൻ വെച്ചിട്ട് അതിൽ ഏറ്റവും കുറവുള്ള എമൗണ്ട് അയാൾക്ക് അയാളുടെ ടോട്ടൽ ഇൻകം അല്ലേ, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ 80C CCDയും ഡിയും DD ഒക്കെ ലെസ് ചെയ്യും. അതേപോലെ അയാൾക്ക് 80 GG പറഞ്ഞിട്ട് ഈ റെൻറ്റ് പെയ്ഡ് അയാൾക്ക് ലെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ആ എമൗണ്ട് എന്ന് നോക്കാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ് ആണ്. ലീസ്റ്റ് ഓഫ് ദ, ഇവിടെ എക്സാമ്പിൾ പറയാം, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് ഡിഡക്ഷൻ ആയിട്ട് അയാൾക്ക് എഴുതാൻ പറ്റുക. ഓക്കെ, അപ്പോൾ 80 GG റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ താഴെ പറഞ്ഞ 3 കണ്ടീഷനിലെ ഏറ്റവും കുറവുള്ള എമൗണ്ട് ആൾക്ക് ഡിഡക്ഷൻ എന്നിട്ട് പറഞ്ഞിട്ട് എഴുതാം. ഏതൊക്കെയാണ് ഐറ്റം? ഒന്നാമത്തെ റെൻറ്റ് മൈനസ് 10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. അയാൾ കൊടുക്കുന്ന റെൻറ്റ് പെർ മന്ത് എത്രയാണെങ്കിൽ അതിന്ന് മൈനസ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടിട്ട് അതിൻ്റെ 10% കുറയ്ക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫോർമുല, റെൻറ്റ് മൈനസ് 10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. രണ്ടാമത്തെ പോയിന്റ് 25% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. മൂന്നാമത്തെ ₹5,000 പെർ മന്ത്. ഇനി എന്താണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് നോക്കാം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം മീൻസ് ഓൾ ഡിഡക്ഷൻസ് അണ്ടർ, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U അതർ ദാൻ 80 GG. ഇവിടെ ശ്രദ്ധിക്കണം, 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷനും നിങ്ങൾക്ക് കുറയ്ക്കാം. പക്ഷേ GG ആണല്ലോ ഈ റെൻറ്റ് മാത്രം കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 80G ഡൊണേഷൻ ഉണ്ടെങ്കിൽ അതും കുറച്ചോ. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് GG ഒഴികെ എല്ലാ ഡിഡക്ഷനും കുറയ്ക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കുറയ്ക്കുക. തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്താണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്താണെന്ന് പഠിക്കാൻ പോകുന്നുട്ടാ. അപ്പോൾ എല്ലാവരും പഠിച്ചോളൂ. ഇപ്പോൾ തന്നെ ഫോർമുല, ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻസ് ഫ്രം 80C to 80U അതർ ദാൻ 80G മൈനസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ആൻഡ് ഇൻകം അണ്ടർ 115A to 115AD. ഇത്രയും കാര്യങ്ങൾ കുറച്ചാലാണ് നമുക്ക് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കിട്ടും. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് പ്രകാരം എന്ത് ചെയ്യണം? അതിൻ്റെ 10% കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന റെൻറ്റ് മൈനസ് 10% ഉണ്ടോ നോക്കാം. രണ്ടാമത്തെ പോയിന്റ് ആണെങ്കിൽ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 25% കണ്ടുപിടിക്കുക. മൂന്നാമത്തെ 5,000 പെർ മന്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറ്റ പ്രോബ്ലം മാത്രം ഇതിൻ്റെ ചെയ്ത് നോക്കാം. Illustration 10. Gross total income of Mr. Verma for the assessment year 2020-21 is 3,60,000. അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഹി ലിവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ഫോർ വിച്ച് ഹി പേയ്സ് എ റെൻറ്റ് ഓഫ് 4,000 പെർ മന്ത്. അപ്പോൾ 4,000 പെർ മന്താണ് അയാൾ അടയ്ക്കുന്നത്. അപ്പോൾ 48,000 രൂപ ഒരു വർഷത്തേക്ക്. ഹി ഹാസ് എ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് 14,000 ആൻഡ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 16,000. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80 GG. ഇപ്പോൾ റെൻറ്റ് എത്ര എമൗണ്ടാണ് ഡിഡക്റ്റബിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് ഡിഡക്റ്റബിൾ എമൗണ്ട്. നമ്മൾ പഠിച്ചു 3 അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് റെൻറ്റ് മൈനസ് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു, ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കണ്ടുപിടിക്കുന്നുണ്ട്. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻസ് ഫ്രം 80C to 80U അതർ ദാൻ 80 GG. ഇവിടെ അയാൾ എന്തൊക്കെ ഡിഡക്ഷൻ അയാൾക്കുള്ളത്? അയാൾക്ക് LIC ഒരു 80C ആണത്, പ്ലസ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അതും 80C ആണ്. 14,000 പ്ലസ് 16,000 30,000 രൂപയാണ് അയാൾക്ക് ഡിഡക്ഷൻ. അയാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, 111A ഇല്ല. അതുകൊണ്ട് 3,60,60,000 30,000 മൈനസ് ചെയ്യുക.
അപ്പം 3,30,000. അതിൻ്റെ 10% 33,000 വരും. അപ്പം 48,000 മൈനസ് 33,000 15,000 രൂപയാണ് ഫസ്റ്റ് പോയിന്റ് പ്രകാരം എമൗണ്ട്. രണ്ടാമത്തെ പോയിന്റ് 25% ഓഫ് ഗ്രോസ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കേട്ടോ. 3,30,000 നമ്മുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. അതിൻ്റെ 25% 82,500 രൂപ. മൂന്നാമത്തെ പോയിന്റ് 5,000 പെർ മന്ത്. 5,000 ഇൻറ്റു 12 ചെയ്താൽ മതി. 60,000. ഏറ്റവും കുറവ് എമൗണ്ട് 15,000. അപ്പോൾ 80 GG പ്രകാരം അയാൾക്ക് റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യാൻ പറ്റണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്. മനസ്സിലായില്ലേ കുട്ടികൾക്ക്? മനസ്സിലായി. ഒറ്റ പ്രോബ്ലം ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് തിയറി, കുറച്ച് ഡിഡക്ഷൻസും കൂടി പഠിക്കാണ്ട് തിയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്താലേ ഈ ലെസൺ തീരുള്ളൂ. ഈ പാഠങ്ങൾ നമുക്ക് ഇന്ന് തീർക്കാം. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഞങ്ങൾക്ക് 2 മണിക്ക് ഇലക്ഷൻ്റെ ക്ലാസ്സാണ്. ഗുഡ് ഷെപ്പേർഡിൽ. അപ്പോൾ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഡൊണേഷൻസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്തത് 80 ജി പഠിച്ചു, GG പഠിച്ചു, GGA. This deduction is allowed to an assessee when the gross total income does not include income chargeable under the head profits and gains of business or profession. The deduction is available in respect of payment made during previous year to the following institution. അതായത് ബിസിനസ്സോ പ്രൊഫഷനോ എന്നുള്ള ഹെഡിൽ ഇൻകം ഇല്ലാത്തൊരാൾക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് ഈ പറയണത്. അതായത് അയാൾക്ക് സാലറി ഇൻകം ഉണ്ടാവാം, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവാം, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം. പക്ഷെ അയാൾക്ക് എന്തുണ്ടാവില്ല? ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ അയാൾ ബിസിനസ് ഒന്നും ചെയ്യണില്ല. അങ്ങനെ ഇൻകം ഇല്ലാത്ത ഒരു അസസ്ക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന ഡിഡക്ഷൻ. മനസ്സിലായില്ലേ കുട്ടികൾക്ക്? അയാൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ എന്തില്ല? ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡ് ഇല്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാൾ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത കാശ് ആൾക്ക് ഡിഡക്ഷനായിട്ട് GGA പ്രകാരം എഴുതാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾക്ക് ആൾക്ക് ഡൊണേഷൻ കൊടുക്കുന്നുണ്ടാവുക? To an approved research association, university, college or other institution to be used for scientific research. ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് സയൻറ്റിഫിക് റിസർച്ചിനായിട്ട് ഇയാൾ ഒരു തുക ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ GGA പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, കൊടുത്ത ഫുൾ എമൗണ്ട് അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. നമ്മൾ ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് അസോസിയേഷന് റിസർച്ചിന് കാശ് കൊടുത്തു, യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷന് കാശ് കൊടുത്തു. ചിലത് 100%, ചിലത് 150% എന്നൊക്കെ ഉണ്ട്. അവിടെ അയാൾ ബിസിനസ് ഇൻകം ഉള്ള ആളാണ്. ബിസിനസ് ഇൻകം ഉള്ള ആളാണ് എന്തിനെ? ബിസിനസ്സിൻ്റെ റിസർച്ചിനായിട്ട് കാശ് മുടക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? ബിസിനസ്സിൻ്റെ ഇൻകം ഇല്ലാത്തൊരാൾ ഇത്തരം കാര്യങ്ങൾക്ക് സയൻറ്റിഫിക് റിസർച്ചിനായിട്ട് ഈ യൂണിവേഴ്സിറ്റിക്കോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ GGA പ്രകാരമായ എമൗണ്ട് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അടുത്ത പോയിന്റ്, ടു എൻ അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ഓർ ടു എ യൂണിവേഴ്സിറ്റി ഓർ കോളേജ് ഫോർ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. അപ്പോൾ ആദ്യം കൊടുത്തത് സയൻറ്റിഫിക് റിസർച്ചിന്, രണ്ടാമത് അയാൾ ഈ സ്ഥാപനങ്ങൾക്ക് കാശ് ഡൊണേഷൻ കൊടുക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ റിസർച്ചിനോ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിനോ ആണ് അയാൾ കാശ് കൊടുക്കുന്നത്. അടുത്തത്, ടു എൻ അസോസിയേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ എനി അപ്രൂവ്ഡ് പ്രോഗ്രാം ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ which is engaged in training of person for implementation of rural development program or to a notified rural development fund or to a notified national urban poverty eradication fund. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യണ സ്ഥാപനങ്ങൾക്കോ അത്തരം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കോ ഇയാൾ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ GGA പ്രകാരം അയാൾക്ക് 100% ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഏറ്റവും ഒരു പോയിന്റ് കൂടിയുണ്ട്, ടു എ പബ്ലിക് സെക്ടർ കമ്പനി ഓർ എ ലോക്കൽ യൂണിവേഴ്സിറ്റി ലോക്കൽ അതോറിറ്റി ഓർ ടു എൻ അസോസിയേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ approved by national committee for carrying out any eligible project or scheme. അതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്താലും 100% കണ്ട. The amount deductible under this section is 100%, but no deduction is allowed on cash exceeding 10,000. 10,000 മേലെ രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അയാൾ ചെക്കായിട്ട് കൊടുക്കണം. 10,000 രൂപ വരെയാണെങ്കിൽ അയാൾക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും. കൊടുത്ത എമൗണ്ടിൻ്റെ 100% GGA പ്രകാരം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അടുത്തത്
അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഗിവൺ ബൈ കമ്പനീസ് ടു പൊളിറ്റിക്കൽ പാർട്ടി. കമ്പനി ഉണ്ടല്ലോ, ഇന്ത്യയിലത്തെ കമ്പനികൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം 80GGB. അതാണ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ചെക്കായിട്ട് കൊടുക്കണം എന്നുള്ളൂ. ഇതേതാ പറഞ്ഞേ? കമ്പനികൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്ത GGB. GGC ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം ഇത്ര നേരം പറഞ്ഞതൊന്നും അതിൽ റെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, GGC ഇമ്പോർട്ടൻ്റ് ആണ്. GGC പറഞ്ഞാൽ എനി പേഴ്സൺ ആണ്, ഒരു ഇൻഡിവിജ്വല് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്താൽ GGC പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. Any contribution made in the previous year to a political party or an electoral trust by an individual being a person except local authority and every artificial judicial person wholly or partly funded by government shall be allowed deduction while computing total income. No deduction shall be allowed in respect of sum contributed by way of cash. ഒരു ഇൻഡിവിജ്വൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞു, ഇൻഡിവിജ്വല് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് കൊടുക്കരുതേ ഉള്ളൂ, ആ എമൗണ്ട് അവൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ GG നമ്മുടെ റെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, GGC ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ ഇൻകം. Deduction in respect of profits and gains from undertaking or enterprise engaged in infrastructure development. Section 81A. Okay. അതായത് ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഇസ് അവൈലബിൾ ടു അസസി ഹു ഡിറൈവ്സ് എനി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ. ഒരു അസസിക്ക് പ്രോഫിറ്റോ ഗെയിനോ കിട്ടുകയാണെന്ന് വിചാരിച്ചോളൂ ഈ താഴെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ നിന്നും, എങ്കിൽ അതിൻ്റെ പ്രോഫിറ്റൊക്കെ അയാൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ചിലത് 4 കൊല്ലം കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം, ചിലത് 8 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം, 8 കൊല്ലം വരെ 100% ക്ലെയിം ചെയ്യാം, അത് കഴിഞ്ഞാൽ 30% ക്ലെയിം ചെയ്യാം, അങ്ങനെ പലതരത്തിലുണ്ട്. ഓക്കെ, ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം തിയറി പഠിക്കാനായിട്ട്. ഫ്രം എൻ്റർപ്രൈസ് ക്യാരിങ് ഓൺ ദി ബിസിനസ് ഓഫ് ഡെവലപ്പിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. അതായത് ഒരാളുടെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, അത് നമ്മുടെ ഹെഡിങ് എന്താണ്? ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം അണ്ടർടേക്കിംഗ് ഓർ എൻ്റർപ്രൈസ്. ഈ അസസി ഒരു അണ്ടർടേക്കിംഗിനോ ഒരു എൻ്റർപ്രൈസിനോ അയാൾക്ക് പ്രോഫിറ്റോ ഗെയിനോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. ആ എൻ്റർപ്രൈസിൻ്റെ ജോലി എന്താ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതന്നെ ഫസ്റ്റ് പോയിന്റ്. ഡെവലപ്പിംഗ്, ഓപ്പറേറ്റിംഗ്, മാനുഫാക്ചറിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അയാൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. രണ്ടാമത്തെ, അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ജനറേറ്റിംഗ്, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഇലക്ട്രിസിറ്റിയോ പവറോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അയാൾ അണ്ടർടേക്കിംഗ് എങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കിട്ടണ പ്രോഫിറ്റ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാന്നർത്ഥം. അതായത് അയാൾ എന്ത് കൊടുക്കണ്ട? പിന്നെ ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത്തരം ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതെന്തായിരിക്കണം? എൻ്റർപ്രൈസ് കെയറിംഗ് ഓൺ ദ ബിസിനസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഷാൽ ബി ഓൺഡ് ബൈ എൻ ഇന്ത്യൻ കമ്പനി ഓർ കൺസോർഷ്യം ഓഫ് സച്ച് കമ്പനീസ് ഓർ ബൈ എൻ അതോറിറ്റി, ബോർഡ്, കോർപ്പറേഷൻ ഓർ അതർ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ആക്ട് ആൻഡ് ഹാസ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഓൺ 1/4/1995. 1995 ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയോ സ്ഥാപനമോ കോർപ്പറേഷനോ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറും, 2 പവറും. ഓക്കെ, എത്രയാണ് ഡിഡക്ഷൻ? ഡിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഓഫ് പ്രോഫിറ്റ് ഫോർ 10 കോൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയേഴ്സ് ഔട്ട് ഓഫ് ദി 15 ഇയേഴ്സ് beginning with the year in which undertaking develop and being to operate any infrastructure facility or generate power. In case of enterprise engaged in developing etc. of infrastructure facility other than port, airport, inland waterway, inland port or navigation channel, the period of 15 years shall be substituted by 20 years. Deduction for the initial few years is called tax holiday. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 സ്ഥാപനങ്ങൾ നടത്തിയിട്ട് കിട്ടുന്ന കാശ് 100% 10 കൊല്ലത്തേക്ക് എന്ത് കൊടുക്കണ്ട? അയാൾ ടാക്സ് കൊടുക്കണ്ട. ഈ ടാക്സ് കൊടുക്കാത്തതിന് നമ്മൾ തുടക്കത്തിൽ പറയുന്ന പേരാണ് ടാക്സ് ഹോളിഡേ കിട്ടുന്നത്. നിങ്ങൾ EDP പഠിച്ചിട്ടുണ്ടാവും ടാക്സ് ഹോളിഡേ. അപ്പോൾ ഇത് ഇത്രയും ഭാഗമേ ഉള്ളൂ.